ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ. ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ചക്കയും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം 250 ഗ്രാം അളവിലുള്ള ശർക്കര എടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അതൊന്ന് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ശർക്കര നല്ലതുപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം. ഇതിലെ മണ്ണും ആ ഒരു കരടൊക്കെ പോകാനായിട്ട് ഒന്ന് അരിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ ആ ഒരു ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചെരുകിയത് വേണം. ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചെരുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്ങൊക്കെ തേങ്ങ ചെരുകിയതൊക്കെ എത്ര വേണമെന്നുള്ളത് നിങ്ങൾ പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കപ്പൊടി ഒന്നും ഒരുപാട് കൂടുതലാവേണ്ട, കാരണം നമ്മളിതിൽ ചക്ക ചേർക്കുന്നതുകൊണ്ട് തന്നെ ചക്കര മണമായിരിക്കും മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചക്ക എടുക്കാം. അപ്പോൾ ചക്ക ഞാനിവിടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ടോ, വളരെ ചെറുതായിട്ട് കുനുകുനാന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഒരു തേങ്ങയും ശർക്കരയും കൂടിയിട്ടുള്ള ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിൽ തേങ്ങയും ശർക്കരയും ചക്കയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ചിട്ട് വരണം. ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പൊടി കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം സ്റ്റവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് പൊടിയിലേക്ക് ഒഴിച്ചിട്ടാണ് പൊടി കുഴച്ചെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പത്തിരിയൊക്കെ ചൂടുന്ന പോലെ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്ത് വയ്ക്കുന്നത്. 1.5 കപ്പ് അളവിൽ 250 ml അളവ് കപ്പിൽ 1.5 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയില വേണം. അപ്പോൾ ഒരു വാഴയില എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. നെയ്യല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ ആയാലും മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂത്ത് കൊടുക്കുക. ശേഷം ഇതുപോലൊരു ഉരുളെടുത്തിട്ട് നമ്മൾ ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്നത് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. പിന്നെ നമ്മളിത് ഒരുപാട് കനം കുറയ്ക്കാൻ പാടില്ല. നമ്മളിത് ഇലയിൽ വെച്ചിട്ടല്ല ചുടുന്നത്, അതുകൊണ്ട് തന്നെ കനം ഒരുപാട് കുറയ്ക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് അട പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫില്ലിംഗ് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തന്നെ കുറച്ചധികമായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നിങ്ങളിങ്ങനെ കാണുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡുകളിലേക്കൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ചെറിയ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വിരൽ വെച്ചിട്ട് ഈ സൈഡുകളൊക്കെ നമുക്കിങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ. ഒരു ഫില്ലിങ്ങും അതുപോലെ ശർക്കരപ്പാനിയൊക്കെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഒരു ഫോർക്ക് വെച്ചിട്ട് എൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഡിസൈൻ പോലെ ആക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇത് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവില്ല. അപ്പോൾ അവർ അത് കഴിച്ചോളും. അല്ലാതെ തന്നെ ചക്കയൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. സ്റ്റീമർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടോ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇല ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഇല വെക്കാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇല വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് കേട്ടോ. അപ്പോൾ അവധിക്കാലമല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.